ഞാൻ സാലി, പാലക്കാടാണ് എന്റെ വീട്. ഞാനിപ്പോ ഒരു പുതിയ വിഭവമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഗ്രീൻ മസാല ചിക്കൻ. നമ്മുടെ നാടൻ ഐറ്റംസ് വെച്ചിട്ട് പച്ചമുളക്, കറിവേപ്പില, മല്ലിയില അങ്ങനെയുള്ള നമ്മുടെ നാടൻ ഐറ്റംസ് വെച്ചിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവം ഞാൻ ഉണ്ടാക്കിയാണ്. നമുക്ക് വീഡിയോ കാണാം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഡിഷിന്റെ പേരാണ് ഗ്രീൻ മസാല ചിക്കൻ. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1,200 മിനിറ്റിന്റെ ഒരു ചിക്കൻ 4 പീസാക്കിയത്. പിന്നെ ഈ മസാലകൾ ഇൻഗ്രീഡിയൻസ്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, പെരുംജീരകം, ചെറിയ ജീരകം. ഇത് പൊടിക്കണം, ഇത് പൊടിച്ച് ചേർക്കാതെ ലാസ്റ്റ് പൊടിക്കാം. പിന്നെ ആവശ്യമുള്ള സാധനം വെജിറ്റബിൾസ്: പുതിന, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, നാരങ്ങ, ഇഞ്ചി, സാൾട്ട്, തൈര്, വെളുത്തുള്ളി. ഇതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചിക്കനിലേക്ക് മസാല നമുക്ക് വെക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പിടുക. കുറച്ച് ഉപ്പ് അതിനകത്തേക്ക്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഉപ്പ് അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം ചെറുനാരങ്ങ നീര്, ലൈം ജ്യൂസ്, 2 നാരങ്ങയുടെ ലൈം ജ്യൂസാണ് ഞാൻ ഇതിനകത്തേക്ക് പിഴിഞ്ഞേക്കുന്നത്. 2 നാരങ്ങയുടെ ലൈം ജ്യൂസ് ഇതിനകത്തേക്ക് പിഴിയുക. എന്നിട്ട് അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഈ ചിക്കൻ കട്ട് ചെയ്ത് വെച്ച ഈ ഗ്യാപ്പിലേക്കൊക്കെ നല്ലപോലെ ഉപ്പും ആ ചെറുനാരങ്ങ നീരും മാരിനേറ്റ് ചെയ്ത് കയറ്റുക. ഇപ്പോൾ ഇതിനകത്തേക്ക് നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ജിഞ്ചർ ഗാർലിക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പേസ്റ്റ് കുറച്ച് ഇതിനകത്തേക്ക് ഇടുക ആവശ്യത്തിന്. അതായത് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, ഒരു 100 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, അതിന്റെ പേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതും അതുപോലെ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ചിക്കനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഇത് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകും. പിടിച്ചതിന് ശേഷം നമ്മളുടെ ഗ്രീൻ മസാല, ഇതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഗ്രീൻ മസാല ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഈ ഗ്രീൻ മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഗ്രീൻ മസാല ഇതിനകത്തേക്കുള്ള നമ്മൾ ചേർത്ത് നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു. മല്ലിയില, പുതിന, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനമാണ് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യാൻ ഞാൻ എടുത്തേക്കുന്നത്. ഈ സാധനം ഇതിനകത്തേക്ക് ഞാൻ ഇതിനകത്ത് ഒരു 100 ഗ്രാം പച്ചമുളകും, ഒരു 100 ഗ്രാം മല്ലിയില, ഒരു 100 ഗ്രാം പുതിന, ഒരു 2 തണ്ട്, അതായത് 2 തണ്ട് കറിവേപ്പില, ഇത്രയും സാധനമാണ് ഞാൻ പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഇതിന്റെ മെഷർമെന്റ് അങ്ങനെയൊക്കെയാണ്. അതിനുശേഷം ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല. ഇതിനകത്ത് ചെറിയ ജീരകവും വലിയ ജീരകവും പൊടിച്ചത് അതൊരു ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഈ സാധനം ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കും. നല്ല വൃത്തിയായിട്ട് 4 മണിക്കൂർ ഫ്രീസ് ചെയ്യും. നല്ലപോലെ 4 മണിക്കൂർ ഫ്രീസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നല്ല ഉപ്പും മുളകും ഇതിൻ്റെ അളവ് ഇതിനകത്ത് പിടിച്ച് നല്ല സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. ഇത് നമ്മൾ ഗ്രില്ല് ചൂടാനുള്ള കനൽ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇഷ്ടിക വെച്ച് അടുപ്പെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മുമ്പിൽ തന്നെ പുറത്ത് ചെങ്കല്ലൊക്കെ വെച്ചിട്ട് അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കനൽ കൊണ്ട് കത്തി റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഞാനിട്ടിരിക്കുന്ന ചിരട്ടയാണ് നമ്മളിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതനുസരിച്ച് ചെയ്താൽ മതി. ഇതാകുമ്പോൾ ചിരട്ടയുടെ കണലിന് ചൂട് കൂടുതലുണ്ടാവും, അപ്പോൾ നല്ലപോലെ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിരട്ട ഇട്ടിരിക്കുന്നത്. തന്തൂർ ഓവൻ അതല്ലെങ്കിൽ മറ്റേ ഈ അൽഫാമിന്റെ വെട്ടി അങ്ങനെയുള്ള ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നത് വീടുകളിൽ ഇങ്ങനെ ഇഷ്ടി വെച്ചിട്ട് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ റെഡിമെയ്ഡ് സാധനം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് ചെയ്യാവുന്ന ചെറുത്, വീടുകളിൽ ചെയ്യാവുന്ന ചെറുത് ഇപ്പോൾ നമ്മൾ ഷോപ്പുകളിൽ കിട്ടാനുണ്ട്. ഞാൻ ഇതൊന്ന് തിരിച്ചു വയ്ക്കാൻ പോവാണ്. നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങനെ തെളിച്ച് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്ത് ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ മലയാളികൾക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ താല്പര്യം. വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മുടെ ഗ്രീൻ മസാല ചിക്കൻ 75% ബോയിലായി. സാധനം മീറ്റെല്ലാം ബോണിൽ നിന്ന് വിട്ടു തുടങ്ങി, ബ്രൗൺ കളറായി. ഇത് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചതുകൊണ്ട് ഒട്ടും കരിഞ്ഞിട്ടില്ല. ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡുമാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത്. ആർക്കും ട്രൈ ചെയ്യാം. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല, ചെറിയ കോസ്റ്റിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്തു, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഒരു ഓവൻ ഡിഷിലേക്ക് എടുത്ത് മാറ്റിയിട്ട് എടുക്കുകയാണ്. നല്ല ചൂടാണ്. മസാല ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ പോകണം. എന്നെയും ക്ഷണിച്ചിരിക്കുന്നത്. ടേസ്റ്റ് സൂപ്പർ, അടിപൊളി, വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കണം. വളരെ ലളിതമായ രീതിയിലാണ് തയ്യാർ ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായും നിങ്ങൾ കാണണം. സൂപ്പർ. ഗ്രീൻ മസാല ചിക്കൻ എല്ലാവരും കണ്ടല്ലോ അല്ലെ? അതുണ്ടാക്കുന്ന രീതി വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന, ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ ഐറ്റംസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.